ആരോമറ്റേസ് ടെസ്റ്റോസ്റ്റിറോൺ, ശരീരത്തിനുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ എടുത്ത് ഈസ്ട്രോജനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആരോമറ്റേസ് എന്ന് പറയുന്ന ഘടകം ടെസ്റ്റോസ്റ്റിറോണിനെ ഉപയോഗിച്ച് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ വെരിക്കോസ് വെയിനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടനവധി ആൾക്കാരെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പലവരും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. പല ഉത്തരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുമുണ്ടാകാം. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ചില പ്രത്യേക രീതിയിൽ പ്രത്യേക തരത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് വർദ്ധിച്ചു വരുന്നത്. ഉദാഹരണത്തിന് ഒബേസിറ്റി, അമിതവണ്ണമുള്ള ആൾക്ക് പെട്ടെന്ന് ഈ രക്തക്കുഴലുകൾക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത 10 മടങ്ങാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലൊക്കെ, ഗർഭധാരണം ഉണ്ടായ സമയത്തൊക്കെ, ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലൊക്കെ ഒരു പക്ഷേ ഈ വെരിക്കോസ് വെയിന് വളരെ അധികമായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വെരിക്കോസ് വെയിനിന്റെ സാധ്യത 10 മടങ്ങ് വർദ്ധിച്ചു വരുന്നത് എന്ന് അതിനെക്കുറിച്ച് നമുക്ക് കാണാം. അതിനു മുമ്പ് ജനറൽ ആയിട്ട് എന്താണ് വെരിക്കോസ് വെയിൻ എന്നുകൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വെയിൻസിന് വരുന്ന നമ്മുടെ രക്തക്കുഴലിലെ അശുദ്ധ രക്തവാഹികളായ രക്തക്കുഴലുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. എൻഗോർജ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ വികാസമാണ്. സാധാരണഗതിയിൽ അശുദ്ധ രക്തത്തെ ക്യാരി ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ടുവാർഡ്സ് ഹാർട്ട് അതിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലാണ് നമ്മൾ വെയിൻസ് എന്ന് വിളിക്കാറുള്ളത്. അതിലെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ കൂടി, പക്ഷെ ഇത്തരത്തിലുള്ള മിക്കവാറും എല്ലാ വെയിൻസിനും തന്നെ കൃത്യമായ ഒരു വാൾവ് സിസ്റ്റം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പെരിഫറിയിലേക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത് ഹൃദയമാണ്. ഹൃദയം ഓരോ തവണ മിടിക്കുമ്പോഴും ആ ശക്തിയിലാണ് രക്തം ഓരോ ശരീരഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മറിച്ച് ഇതിനു ശേഷം അശുദ്ധീകരിച്ച അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം എങ്ങനെയാണ് തിരിച്ചു വരുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മസിലുകളുടെ ആക്ഷൻ കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലിലൊക്കെയുള്ള സോളിയസ് മസിൽസ്, അതുപോലെ അല്ലെങ്കിൽ കാഫ് മസിൽസ്, ഗാസ്ട്രോണിമസ് മസിൽസ് എന്നൊക്കെ പറയുന്ന കാലിന്റെ താഴെ ഭാഗത്തുള്ള പേശികളുടെ സങ്കോചം കൊണ്ടുള്ള ആ വലിച്ചു മുറുക്കൽ കൊണ്ടാണ് രക്തം മുകളിലേക്ക് വെയിൻസിൽ വഴി മുകളിലേക്ക് കയറുന്നത്. ഇങ്ങനെ അല്പം മുകളിലേക്ക് കയറിയ ഈ രക്തം തിരിച്ച് താഴേക്ക് പോകാതെ ഇരിക്കുന്നത് ഒരു വാൾവ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. മുകളിലേക്ക് മാത്രം ശക്തി വരുമ്പോൾ ഇത് പോവുകയും താഴേക്ക് രക്തം ഒഴുകാതെ സംരക്ഷിച്ചു നിർത്തുന്നതും ഇത്തരം വാൾവുകളാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഈ വാൾവിന് വരുന്ന ഡിഫക്റ്റ് ആയിട്ട് പോലും നമുക്ക് വെരിക്കോസ് വെയിനെ കാണാം. അതുകൊണ്ടാണ് ചില പ്രത്യേക ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഇപ്പൊ ട്രാഫിക് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ സർജൻസ്, അതേപോലെ ഒത്തിരി നേരം അനങ്ങാതെ നിന്ന നിൽപ്പിൽ തന്നെ ജോലി ചെയ്യേണ്ടുന്ന സെൻട്രികൾ, അതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ലെക്ചേഴ്സ്, ടീച്ചേഴ്സിനൊക്കെ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതിലും മുകളിലായിട്ട് പലപ്പോഴും കണ്ടുവരുന്നത് ഇതിന് പാരമ്പര്യ ഘടകം എന്ന് പറയുന്ന ഒരു ഘടകം പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ രക്തക്കുഴലുകൾക്ക് ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി നമുക്ക് വാൾവിനെ സംരക്ഷിക്കേണ്ടത് കൂടി ആവശ്യമാണ്. പെരിഫറിയിലുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്നതാണ് നമ്മൾ സ്പൈഡർ വെയിൻസ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. സാധാരണഗതിയിൽ സ്പൈഡർ വെയിൻസ് ഒക്കെ നിരുപദ്രവകാരികളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അത് നമ്മൾ ഡീപ്പ് വെയിൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന സിരകളെ ബാധിക്കുമ്പോഴാണ്, വെയിൻസിനെ ബാധിക്കുമ്പോഴാണ് അത് എൻഗോർജ് ചെയ്യുന്ന വികസിക്കുന്നതും ഈ പ്രശ്നങ്ങളിലേക്ക്, വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതും. വെരിക്കോസ് വെയിൻ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു വീക്കമാണ് ഈ വെരിക്കോസ് വെയിനിന് ഉണ്ടാകുന്നതെങ്കിലും ക്രമേണ അത് അതിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് രൂപമായ വെരിക്കോസ് അൾസറിലേക്കൊക്കെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യകാലത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ, കൃത്യമായ പരിശ്രമങ്ങൾ കൂടെ നമുക്കത് പൂർണ്ണമായിട്ടും തിരിച്ച് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് വെരിക്കോസ് അൾസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വ്രണമായി കഴിഞ്ഞാൽ, അത് പലപ്പോഴും അതൊരു കോംപ്ലിക്കേറ്റഡ് ഫോമിലേക്ക് മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം
നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു റിപ്പയർ വർക്ക് നടക്കണമെങ്കിൽ അവിടെ ന്യൂട്രീഷൻ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരണം. ന്യൂട്രീഷൻ, പോഷണ വസ്തുക്കളും അതേപോലെ തന്നെ അവിടെയുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെടുകയും വേണം. പക്ഷെ ഒരു രക്തക്കുഴലിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള രക്തപ്രവാഹം താരതമ്യേന വളരെ കുറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അവിടെ റിപ്പയർ വർക്കിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനോ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ്, വിഷപദാർത്ഥങ്ങൾ എന്ന് നമുക്ക് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റാനോ ഉള്ള കാലതാമസം നേരിടുകയും അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൂണ്ട് ഹീലിങ്ങിനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. ഒരു പക്ഷേ സിങ്ക് ഡെഫിഷ്യൻസി പോലെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി അവിടെ വരികയാണെങ്കിൽ ഈ വൂണ്ട് ഹീലിംഗ് വളരെ വളരെ ഡിലേ ആയി പോവുകയും അത് വളരെ കോംപ്ലിക്കേഷനിലേക്കൊക്കെ കൊണ്ടുനിന്ന് എത്തിക്കാറൊക്കെ ഉണ്ട്. വെരിക്കോസ് അൾസർ ഒക്കെ വരികയാണെങ്കിൽ അവരെ നമ്മൾ സാധാരണഗതിയിൽ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ റെഫർ ചെയ്യും. 1-2 ആഴ്ചയിൽ കൃത്യമായിട്ടുള്ള അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ്. അതൊക്കെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് വശങ്ങളാണ്. അത് അങ്ങനെയും അതിന് ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നമുക്കിപ്പോൾ വേണ്ടത് ആ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ എങ്ങനെ ഇതിനെ സംരക്ഷിച്ച് നിർത്തണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ അവരോട് പോസ്റ്ററൽ കറക്ഷൻസ് ആണ് പറയാറുള്ളത്. അവരുടെ നിൽക്കുന്ന രീതി അല്ലെങ്കിൽ അവര് അനുവർത്തിക്കേണ്ടുന്ന ചില വ്യായാമ മുറകളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. സാധാരണ നമ്മുടെ ഒരു സെന്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു 4 സ്റ്റെപ്പുള്ള റിവേഴ്സ് മസാജിനെ കുറിച്ചാണ്. 4 സ്റ്റെപ്പുള്ള റിവേഴ്സ് മസാജ് എന്ന് പറയുമ്പോൾ കാലിലുള്ള സെഫാലിക് വെയിനെ ഡ്രെയിൻ ചെയ്യാറുള്ളത്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് വെരിക്കോസ് വെയിൻ ബാധിക്കുന്നത് കാലിനെ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഈ വാൾവുള്ള എല്ലാ വെയിൻസിനും ഇത് ബാധിക്കാം. വാൾവില്ലാത്ത ഒരു വെയിൻ എന്ന് പറയുന്നത് പൾമണറി വെയിൻ മാത്രമാണ്. നമ്മൾ ലങ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പൾമണറി വെയിൻ ഒഴികെ ബാക്കി മിക്കവാറും എല്ലായിടത്തും തന്നെ ഈ വെയിൻസ് ഉണ്ട്. അപ്പോൾ വെയിൻസിന് ഡാമേജ് വന്നാൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവുകയും ചെയ്യാം. അത് വ്യത്യസ്ത ഫോമിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. വ്യത്യസ്ത പ്രദേശങ്ങളിലെ വെരിക്കോസ് വെയിന് ചിലപ്പോൾ ചെറിയ പേര് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിന്റെ ബേസിക് കൺസെപ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഈ റിവേഴ്സ് മസാജ് എന്ന് പറയുന്നത് കാലിന്റെ മുട്ട് തൊട്ട് തുട വരെ നമ്മൾ ഒന്ന് ഒഴിയുക, പുറകിലേക്ക് മുകളിലേക്ക് വലിക്കുക. അതിനുശേഷം അവിടുത്തെ ബ്ലഡ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം കാലിന്റെ വിരലിന്റെ അറ്റം തൊട്ട് മുട്ട് വരെ വീണ്ടും ഡ്രെയിൻ ചെയ്യിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി മുട്ട് തൊട്ട് തുട വശത്തേക്ക്, നമ്മുടെ ഇൻഗ്വേനൽ കനാൽ എന്ന് പറയുന്ന തുടയുടെ മുൻവശത്തെ ഭാഗത്തേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തു കൊണ്ടിരിക്കുക. 4ാമത് മാത്രമേ നമ്മൾ താഴെ നിന്ന് മുകളിലോളമുള്ള ഒരു മസാജ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇതൊക്കെ റിവേഴ്സ് മസാജിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മസാജ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല, അവിടെ കൃത്യമായിട്ട് നിങ്ങൾ കാഫ് മസിൽസിനെയും അല്ലെങ്കിൽ സോളിയസ് മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള എക്സസൈസിനും കൂടി മുതിരണം. അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി നിങ്ങൾക്കൊരു വലിയ പരിധി വരെ ഈ പറയുന്ന വെരിക്കോസ് വെയിനെ മറികടക്കാൻ വേണ്ടി കഴിയും. ഇനി ഇന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിനെ അല്ല, മറിച്ച് ഇതിനൊരു കാണാപ്പുറം കൂടിയുണ്ട്. ആ കാണാപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് പാരമ്പര്യം ഇതിനൊരു ഘടകമാകാം, തൊഴിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഇതിനൊരു ഘടകമാവാം, പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണ സമയത്ത് ഇത് വരാനുള്ള സാധ്യത കൂടാം, അല്ലെങ്കിൽ മസിൽസിന് പേശികൾക്കുള്ള വീക്ക്നെസ് ഈ പ്രശ്നം വർദ്ധിപ്പിക്കാം, സ്മോക്കിംഗ് ഇതിനെ കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിക്കും, വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഉദാഹരണത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗർഭധാരണ സമയത്ത് അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മെനോപാസ് മാസമുറകളൊക്കെ നിന്നതിന് ശേഷം സ്ത്രീകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടും. അല്ലെങ്കിൽ ഒബേസിറ്റി അമിതവണ്ണമുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതിനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വെരിക്കോസ് വെയിനിന്റെ സാധ്യത വർദ്ധിക്കുന്നത്? അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ളവർക്കൊക്കെ ശരീരത്തിനകത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ്ട്രജന്റെ പ്രസൻസ് വെരിക്കോസ് വെയിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
എല്ലാത്തരം ഈസ്ട്രജൻ ബാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എൻഡോജീനിയസ് എസ്ട്രോയിഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹോർമോണുകൾ, പ്രത്യേകിച്ച് ഈസ്ട്രജൻ. എന്താണ് ഈ എൻഡോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ. അത്തരത്തില് ഈസ്ട്രജൻ ശരീരത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ, അധികമായി വരുന്ന ഈസ്ട്രജൻ നിങ്ങളുടെ വെരിക്കോസ് അല്ലെങ്കിൽ വെയിനിനെ വികസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് അനുവർത്തിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, അതായത് എൻഡോജീനസ് എസ്ട്രോയിഡ്സ് ആയിട്ട് വരുന്ന ഈസ്ട്രജൻ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിക്കുന്നതായിട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിനകത്ത് ഈ എൻഡോജീനസ് എസ്ട്രോയിഡ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം ആരോമറ്റേസ് എന്ന് പറയുന്ന ഒരു ഫോമാണ്, ഒരു മോളിക്യൂളാണ്. ആരോമറ്റേസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലെ ടിഷ്യൂസിനകത്ത് ഈ ആരോമറ്റേസിന്റെ പ്രസൻസ് വളരെയധികം ഉണ്ട്. അതുപോലെ ഓവറീസിലുണ്ട്. അത് മാത്രമല്ല, ഫാറ്റ് സെൽസിൽ, നമ്മുടെ ശരീരത്തിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള കൊഴുപ്പിന്റെ കോശങ്ങളിലെല്ലാം, ടിഷ്യൂസിലെല്ലാം തന്നെ ഈ ആരോമറ്റേസിന്റെ പ്രസൻസ് ഉണ്ട്. ഈ ആരോമറ്റേസ് എന്താണ് ചെയ്യുക? ഇത്തരത്തിൽ ഈ പ്രശ്നമുള്ള അവരിലൊക്കെ ആരോമറ്റേസ് ടെസ്റ്റോസ്റ്റിറോൺ, ശരീരത്തിനുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ എടുത്ത് ഈസ്ട്രോജനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആരോമറ്റേസ് എന്ന് പറയുന്ന ഘടകം ടെസ്റ്റോസ്റ്റിറോണിനെ ഉപയോഗിച്ച് ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേക സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ വെരിക്കോസ് വെയിനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉള്ളവരിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ആരോമറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യണം, അതിനെ കുറക്കണം. അങ്ങനെ കുറക്കാൻ വേണ്ടി പ്രകൃത്യാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്രൂസിഫറസ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കുക. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് കാബേജും ബ്രോക്കോളി, കേല്, അങ്ങനെയുള്ള കോളിഫ്ലവർ പോലെയുള്ള ഘടകങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇവയിലൊക്കെ തന്നെ ആരോമറ്റേസിനെ കുറക്കാനുള്ള ചില ഘടകങ്ങളുണ്ട്. അങ്ങനെ ആരോമറ്റേസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റോസ്റ്റിറോണിനെ എടുത്തിട്ട് ഈസ്ട്രോജൻ ആക്കുന്ന പ്രക്രിയ അവിടെ കുറയും. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിന്, ഈ സ്ത്രീകളിൽ വരുന്ന വെരിക്കോസ് വെയിനുള്ള സാധ്യത കുറക്കാൻ ഇത് സഹായിക്കും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫാറ്റ് സെല്ലുകളിൽ പോലും ഈ ആരോമറ്റേസിന്റെ ഫോം ഉണ്ടാകാം. ആരോമറ്റേസ് ഉണ്ടാകാൻ ഫാറ്റ് സെൽസ് പോലും ഒരു കാരണമായിട്ട് വർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അമിതവണ്ണം കുറക്കുക. എങ്ങനെയാണ് അമിതവണ്ണം കുറയ്ക്കേണ്ടത്? അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ ഭക്ഷണം നിയന്ത്രണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം സഹായിക്കുന്നതായിട്ട് കാണാം. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസുകൾ, വ്യായാമ മുറകളും നിങ്ങളുടെ ഫാറ്റിനെ ബേൺ ചെയ്യാനും അതുവഴി നിങ്ങളുടെ വെരിക്കോസ് വെയിന് വരാനുള്ള സാധ്യതകൾ കുറക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെറുതെ നമ്മൾ കുറേ നേരം നിൽക്കുന്ന ആൾക്ക് മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് വരിക. ഇതിനകത്ത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ഒരു കൈ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പൈഡർ വെയിനുകൾ, പലപ്പോഴും സ്പൈഡർ വെയിനുകൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, അവഗണിക്കുന്നത് ഇതിനെ കൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്പൈഡർ വെയിൻ വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. പക്ഷെ അതിൽ മറ്റൊരു ന്യൂട്രീഷൻ ഘടകം കൂടി ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അനാവശ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ സിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ സപ്ലിമെന്റ് രൂപത്തിൽ കൊടുക്കുന്ന വൈറ്റമിൻ സി, പ്രത്യേകിച്ച് സിന്തറ്റിക് രൂപത്തിലുള്ള വൈറ്റമിൻ സികളൊക്കെ, അസ്കോർബിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ വൈറ്റമിൻ സി ശരീരത്തിനകത്ത് ആവശ്യത്തിലധികം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ വൈറ്റമിൻ സിക്ക് പോലും നിങ്ങളുടെ ശരീരത്തിനകത്ത് വെരിക്കോസ് ഉണ്ടാക്കാനുള്ള, പ്രത്യേകിച്ച് സ്പൈഡർ വെയിൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയും എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അസ്ഥാനത്തും അനവസരത്തിലും ഉപയോഗിക്കുന്ന ന്യൂട്രീഷൻ തെറാപ്പിയും നിങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കാം. അതുകൊണ്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഈ കാര്യങ്ങൾ അറിയുന്ന ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രമേ നിങ്ങൾ ന്യൂട്രീഷൻ തെറാപ്പി എന്ന രീതിയിൽ
ഇത് ആയിരിക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നത്ര നമ്മൾ ഭക്ഷണത്തിലേക്ക്, ന്യൂട്രീഷൻ കിട്ടുന്ന ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി തയ്യാറാവുക. കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.